നമസ്കാരം സാറേ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം? എനിക്കറിയാമായിരുന്നു പ്രശ്നം ഉണ്ടാവുമെന്ന്. എങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കും ഉത്തമ? അറിയോ, വീട്ടിലൊരു പെണ്ണുള്ളത് നാം ഇവിടുത്തെ അധികാരമേ പറയും. എന്താ സാർ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, ഉത്തമം പറയാവുന്ന പ്രശ്നം എന്താ? ഞാൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ആ റോഡിലോട്ട് കയറുന്നതിനിടയ്ക്ക് ഒരു കറുത്ത പൂച്ച മുമ്പിലൂടെ കുറുകേറി ചാട്ടം. അപ്പോഴേ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. ഊഹം തെറ്റിയില്ല, അതുപോലെ തന്നെ പറ്റി. പൂച്ച വട്ടം ചാടിയ അനിഷ്ടം ഉണ്ടാകുന്ന ഉറപ്പല്ലേ? പണ്ടുള്ളവർ എവിടെയെങ്കിലും യാത്ര പോകുമ്പോ പൂച്ച വട്ടം ചാടിയാൽ യാത്ര മതിയാക്കി തിരിച്ചു പോകും. പൂച്ചയുടെ കഥ അവിടെ നിൽക്കട്ടെ, ഉത്തമം കാര്യം പറ. ദിവാകരന്റെ പോക്കോലോന്റെ കേസ് സാറടുത്ത് മാറ്റി വെച്ചില്ലേ? തണ്ടപ്പേരിന് എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞോണ്ട്. വെറുതെ പറഞ്ഞല്ല, ആ പ്രശ്നം ഉണ്ടല്ലോ. വില്ലേജിലെ തണ്ടപ്പേര് രജിസ്റ്ററിൽ ആ ഭൂമി ഒരു രാധാകൃഷ്ണന്റെ പേരിലാണ്. ഈ പറയുന്ന രാധാകൃഷ്ണൻ എല്ലാ വർഷവും കൃത്യമായി കരമടയ്ക്കുന്നുണ്ട്. പിന്നെങ്ങനെയാണ് അതേ ഭൂമി വേറൊരു തണ്ടപ്പേരിൽ വരുന്നത്? ഈ ദിവാകരൻ എന്ന് പറയുന്ന കള്ളൻ ഇതിനു മുമ്പുണ്ടായിരുന്ന ഏതോ വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ച് കാണിച്ച കള്ളത്തരമാണ്. ആ ഭൂമി പോക്കുവരവ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ എഴുതിയിരുന്നല്ലോ. അത് തന്നെയാണ് സാറേ പ്രശ്നം. ഈ ദിവാകരൻ എന്ന് പറയുന്നതേ സർക്കാരിലൊക്കെ നല്ല പിടിപാടാണ്. 3 or 4 മന്ത്രിമാർ അവന്റെ പാക്കറ്റിലുണ്ട്. ആ മന്ത്രിയെ കൊണ്ട് വിളിച്ച് പറയിച്ച് ഡെപ്യൂട്ടി തഹസീൽദാര് രാജേന്ദ്ര സാറിനെ ഇറക്കി ഇന്ന് വില്ലേജ് ഓഫീസിൽ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അതിനാണ് രാജേന്ദ്ര സാർ വരുന്നത്. പക്ഷെ ആര് വന്നിട്ട് കാര്യമില്ല. ദിവാകരന്റെ ഭൂമി പോക്കുവരുന്ന പ്രശ്നമില്ല. സാറേ, ഞാൻ അറിഞ്ഞ കാര്യം പറയാം. പറയൂ. ഈ ദിവാകരൻ രാജേന്ദ്ര സാർ മാത്രമല്ല വരുന്നത്, പിന്നെ അവരുടെ കൂടെ 4-5 ഗുണ്ടകളും ഉണ്ട്. വില്ലേജ് ഓഫീസിൽ വന്ന് രാജേന്ദ്ര സാറ് എന്താണ് ആ വസ്തു പോക്കുവരവ് ചെയ്യാത്തതെന്ന് സാറിനോട് ചോദിക്കും. അപ്പൊ സാറിന്റെ ന്യായം പറയുമല്ലോ. അപ്പൊ തണ്ടപ്പേര് രജിസ്റ്റർ എടുത്തിട്ട് അതിൽ ദിവാകരന്റെ പേരുണ്ടല്ലോ എന്ന് ഡെപ്യൂട്ടി തഹസീൽദാർ പറയും. പക്ഷേ അത് വ്യാജ തണ്ടപ്പേരാണ്. അതൊന്നും നാട്ടുകാർക്ക് അറിഞ്ഞൂടല്ലോ സാറേ. വില്ലേജ് ഓഫീസിൽ വെച്ച് പരസ്യമായി രാജേന്ദ്ര സാറിനെ വഴക്ക് പറയും. അപ്പൊ നാട്ടുകാരാണെന്ന രൂപത്തിൽ ആ ഗുണ്ടകൾ ആഫീസിൽ കയറി അടിയുണ്ടാകും. സാറിനെ കൈവയ്ക്കാനും തണ്ടപ്പേര് രജിസ്റ്റർ അടിച്ചോണ്ട് പോവാനുമാണ് ഇവന്മാരുടെ പരിപാടി. പിന്നെ അഴിമതിക്കാരനായ വില്ലേജ് ഓഫീസറെ നാട്ടുകാർ മർദ്ദിച്ചു എന്ന് നാളെ പത്രത്തിലും വരും. എങ്ങനെയുണ്ട്? രാവിലെ മുതൽ ദേവതം തുടങ്ങിയപ്പോ ഇതിനിപ്പോ ഞാനെന്ത് ചെയ്തു? ആ പൂച്ച വട്ടം ചാടിയപ്പോഴേ ഞാൻ കരുതിയതാണ് ഇത് കുഴപ്പാവുന്നു. പൂച്ച ഉത്തമന്റെ മുന്നിലല്ല വട്ടം ചാടിയത്. അതിന് ദോഷം മോഹനേട്ടൻ എങ്ങനെ വരും? ഇനിയും നിമിത്തങ്ങളെ കുറ്റം പറയരുത്. പൂച്ച ഉത്തമന്റെ മുമ്പിലൂടെ ചാടിയപ്പോ ഒരു മോശപ്പെട്ട കാര്യം നടക്കാൻ പോവുകയാണ് എന്ന് മുന്നറിയിപ്പ് കൊടുത്തതാണ് ദൈവം. ഉത്തമ, ഇത്തരം നിമിത്തങ്ങളിലൊന്നും ഭാമയ്ക്ക് വിശ്വാസമില്ല. അവളുടെ വിശ്വാസക്കേടിനെ അനുഭവിക്കുന്നത് ഞാനും. ഈ നിമിത്തങ്ങളിലൊക്കെ കുറച്ച് കാര്യമുണ്ട് വക്കീലേ. ഇപ്പൊ ഉള്ളം കൈ ചൊറിഞ്ഞാ പണം വരുമെന്നൊരു ചൊല്ലുണ്ടല്ലോ. കിഴക്കേലെ 10 ദിവസം എനിക്ക് കുറച്ച് കാശ് തരാറുണ്ട്. കുറെ നാളായി കളഞ്ഞ കേസാണ്. ഇന്നലെ രാവിലെ ഞാൻ റോഡ് സൈഡിൽ നിൽക്കുമ്പോ എന്റെ ഈ ഉള്ളം കൈയൊന്ന് ചൊറിഞ്ഞു. എന്താണെന്ന് ഇങ്ങനെ തലമൊക്കെ നോക്കിയപ്പോ ദാ വരുന്ന പത്രോസ്. ഈ ഉള്ളം കൈ ചൊറിഞ്ഞതേ ചുമ്മാതല്ല. പൈസ കിട്ടിയെന്ന് പറ. അല്ല, പൈസ കിട്ടിയില്ല, അടുത്ത മോശം തരാന്ന് പത്രോസ് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ദേഷ്യം കയറി സാറേ. കൈ നിവർത്തി ടഭയെന്നും പറഞ്ഞോണ്ട് ചെവിക്കല്ലി കണക്കാക്കി ഒരെണ്ണം കൊടുത്തു. അപ്പൊ എന്റെ കയ്യിലെ ചൊറിച്ചിലും മാറി. പിന്നെ സാറേ, ദിവാകരന്റെ കൂടെ വരുന്ന ഗുണ്ടകൾ പ്രശ്നക്കാരാണ്. അവരുടെ കൈയുടെ ചൊറിച്ചിൽ സാറിന്റെ മുതുകത്ത് തീർക്കണ്ടെന്നുണ്ടെങ്കിൽ സാറ് സൂക്ഷിച്ചോണം. ഞാൻ അറിഞ്ഞ സംഭവം ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി എല്ലാം സാറിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇറങ്ങുന്നേ. ശിശുപാല, എവിടെയാ? ഓഫീസിലെത്തിയോ? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? കാഴ്ചയിൽ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ശ്രദ്ധിച്ചോളണേ. കാര്യമൊക്കെ വന്നിട്ട് പറയാം. പിന്നെ നമ്മുടെ തണ്ടപ്പേർ രജിസ്റ്റർ ഒക്കെ എടുത്ത് അലമാരയിൽ വെച്ച് പൂട്ടിക്കോ. കാര്യമുണ്ട്.
ശരി. മോഹനേട്ടാ, ഇതെന്താ വെള്ളരിക്കപ്പെടണം? ഒരു വില്ലേജ് ഓഫീസറെ ഡെപ്യൂട്ടി തഹസിൽദാരുടെ സഹായത്തോടെ കുറെ ഗുണ്ടകൾ ഓഫീസിൽ കയറി തല്ലുകയെന്നൊക്കെ പറഞ്ഞു. നിനക്ക് ഇവരെയൊന്നും അറിയാത്തത് കൊണ്ടാ. എന്തും ചെയ്യാൻ പഠിക്കാത്തവരാ. അവർക്ക് പോലീസിലും രാഷ്ട്രീയത്തിലൊക്കെ ആളുകളുണ്ട്. വീണ്ടും ബലി തിരച്ചു. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ എല്ലാത്തിനും കാര്യമുണ്ടോ? കുമാരന് രാവിലെ ശകുനെ കണ്ടപ്പോഴേ എന്റെ കാര്യത്തിലൊരു തീരുമാനമായതാ. ഉത്തമന്റെ സ്കൂട്ടറിന് കുറുകെ ഒരു പൂച്ച ചാടി. ഉത്തമൻ കേട്ടതും ഇത്തരം വാർത്തകളാണ്. നീ അവിടെ നിന്ന് കാലാറ്റിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ സമ്പത്ത് കൈവിട്ടു പോകുന്നു. ഞാൻ വല്ല സസ്പെൻഷനിലാവുകയോ ആശുപത്രിയിൽ കിടക്കുകയോ ചെയ്താൽ സമ്പത്ത് പോവില്ലേ? ഇനിയെങ്കിലും നിമിത്തങ്ങളിൽ വിശ്വസിക്കേ. എനിക്ക് വിശ്വാസം കൈ തട്ടി കണ്ട നിമിത്തങ്ങളല്ല, ദൈവത്തിനെ നിയമത്തെയാണ്. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ടല്ലോ മോഹനേട്ടാ. അങ്ങനെ ആർക്കെങ്കിലും ആരെങ്കിലും കയറി തല്ലാൻ പറ്റുമോ? മോഹനേട്ടന് മാർക്ക്. ഹലോ, എസ് എ ഗിവറി സാറല്ലേ? ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമയാണ്. ഓ സാർ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. പറഞ്ഞു. അല്ല, ഈ ദിവാകരൻ ആള് പ്രശ്നക്കാരനാണെന്ന് അയാൾക്കെതിരെ ഒരുപാട് പേര് പരാതി കൊടുത്തതാ. പക്ഷെ പോലീസിന് ഇതുവരെ കേസെടുക്കാൻ പറ്റിയില്ല. കേസെടുക്കാൻ മുകളിലുള്ളവർ സമ്മതിക്കില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നാട്ടിൽ സംഭവിക്കുന്നത്. എന്നെ പോലൊരു സാധാരണ വില്ലേജ് ഓഫീസറെ തല്ലണമെന്ന് ദിവാകരനെ പോലൊരാൾ തീരുമാനിച്ചാൽ നടക്കും. അയാളുടെ കയ്യിൽ ഗുണ്ടകളുണ്ട്. അത് ചോദിക്കാനായിട്ട് പോലീസുകാർ വരികയില്ല. അയ്യോ, ഞാൻ എടുക്കട്ടെ. ഹലോ, ശിശുവാല, എന്താ? അയ്യോ, അതെ, പിന്നെ ഞാനിന്ന് ലീവാ. രാജേന്ദ്ര സാർ വരെ പറഞ്ഞേക്ക് എനിക്ക് തലയിളക്കമാണെന്ന്, അല്ല വയറിളക്കമാണെന്ന്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? തലയിളക്കം വയറിളക്കം ഓഫീസിലേക്ക് വരുന്നത് എങ്ങനെയാ? ഞാൻ ഓഫീസിൽ വരില്ല. വരില്ല പറഞ്ഞാൽ വരില്ല. കാര്യമല്ലേ? ദിവാകരന്റെ ഗുണ്ടകൾ വില്ലേജ് ഓഫീസിന് മുമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കുറച്ചധികം പേരുണ്ട്. ഒന്ന് രണ്ട് പേരെ ശിശുവാൽ അറിയാവുന്നവരാ. ഈശ്വര, ഇത് വല്ലാത്ത പുലിവാലായല്ലോ. ആഫീസിൽ ചെന്ന ദിവാകരനും കുട്ടികളും പ്രശ്നം ഉണ്ടാക്കും. പോയില്ലെങ്കിൽ അനുമതി ഇല്ലാതെ ലീവ് എടുത്തെന്ന് പറഞ്ഞ് നടപടിയെടുക്കും. മോഹനേട്ടാ, ഇങ്ങനെ പേടിക്കല്ലേ. ഞാൻ സദാനന്ദ സാറിനെ വിളിച്ച് പറയാം. സാറ് വിചാരിച്ച് വല്ലതും നടക്കും. നടക്കുന്നില്ല. പിന്നെ വലിയ കാര്യമായി പോയി. ഇപ്പൊ എന്താ ചെയ്യ?